നമ്മുടെ വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ കുഞ്ഞുനാളുകളിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് മാത്രം നിർമ്മിതമായ ചുമരുകൾക്ക് മുകളിൽ ഓല മേഞ്ഞുകൊണ്ടുള്ള ചെറിയ കുടിലുകളിൽ അവർ ജീവിച്ച ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്. അന്നൊക്കെ പെട്ടെന്ന് രാത്രിയിൽ ഒരു മഴ പെയ്യുമ്പോൾ ചോർച്ച കാരണം ഒരു ഭാഗത്ത് നിന്ന് പായെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇടുകയും അങ്ങ് ദൂരെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ഉമ്മമാര് ഒക്കത്ത് വെച്ചുകൊണ്ട് കുടം കൊണ്ടുവരുന്ന കഥകളും ഇന്ന് തുടങ്ങി നമ്മെ വല്ലാതെ എക്സൈറ്റഡ് ആക്കുന്ന ധാരാളം കഥകൾ അവർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ നേരിട്ടൊന്ന് അനുഭവിക്കുന്നത് അന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ പോയ സമയത്ത് നമ്മൾ അപ്പോഴാണ് അന്നത്തെ കേരളീയ സാഹചര്യങ്ങളൊന്ന് നേരിട്ട് കാണുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഗൾഫ് കുടിയേറ്റത്തിന് മുമ്പ് നമ്മുടെ കേരളീയ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ശൈലികളും അപ്പാടെ വരച്ചു കാട്ടുന്ന ഒരു ഗ്രാമീയ കാഴ്ചയായിരുന്നു നമുക്ക് അവിടുന്ന് കാണാൻ സാധിച്ചിരുന്നത്. ആ യഥാർത്ഥ വെസ്റ്റ് ബംഗാൾ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു യാത്രയിൽ യാത്ര പറയുമ്പോൾ വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ബംഗാൾ എത്തുന്നത്. നമ്മുടെ മാൾഡ അതെ അതെ, ജംഗ്ഷനിലായിരുന്നു. അവിടെ നമ്മൾ 2 മണിക്കൂറോളം ഒരു വാനിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. ആ പോകുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട മുസ്താഖ് ഉസ്താന്റെ വാക്കുകളിലൂടെ അവിടുത്തെ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളും ശൈലികളും അവിടുത്തെ മീൻ കുളങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒക്കെ ഓരോരോ പദ്ധതികളെല്ലാം ആ ഒരു രാത്രി കൊണ്ട് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നത് പോലെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ പിറ്റേ രാവിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്നു. ഗ്രാമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും അവിടെ ഒന്ന് കാണണം എന്നുള്ള ഒരു അതെ അതെ ആഗ്രഹം ഇതിലൂടെ തന്നെ വന്നു, ഓരോ വാക്കുകളിലൂടെ. ശരിക്കും നമ്മൾ കരഞ്ചപാരി ഗ്രാമം ഉണർന്നു തുടങ്ങുക. നമ്മുടെ ജീവിതത്തിലെ നേർക്കാഴ്ചകളിൽ പലതും നമ്മൾ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുക, നമ്മൾ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് കരഞ്ചപാരി എന്ന് പറയുന്നത്. നീണ്ടു നിവർന്ന വിശാലമായ പാടങ്ങൾക്ക് നടുവീതിയിലൂടെ ഒരു ചെറിയ പാടം, അതിലൂടെയാണ് നടന്നു പോകുമ്പോൾ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ വല്യമ്മമാരെയൊക്കെ ഓരോരോ അനുഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ നടന്ന് നീങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് എത്തുമ്പോഴാണ് ഗ്രാമം കുറേ വീടുകളും വ്യത്യസ്തമായ വീടുകളും അതിനോട് ചേർന്ന് ഒരുപാട് കുളങ്ങളും കാണാനിടയുണ്ടായി. അവിടെ ധാരാളം കുളങ്ങൾ കാണാനുള്ള കാരണം അവിടെ അടുത്തൊന്നും കടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വല്ലാണ്ട് കടൽ മത്സ്യങ്ങൾ ലഭിക്കൂല. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് ഇവർക്ക് മത്സ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബത്തിനും ഓരോ കുളങ്ങൾ എന്ന രീതിയിൽ ധാരാളം കുളങ്ങൾ കുത്തുകയും അതിൽ മത്സ്യകൃഷി നടത്തുകയും അത് വിപണിയിൽ വിൽപ്പന ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അന്ന് മുസ്താഖ് പറഞ്ഞു ഓർമ്മ. വെറൈറ്റി ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം അവിടുത്തെ കുളങ്ങള് എങ്ങനെയാണ് മീനുകൾക്ക് തീറ്റി കൊടുക്കുന്ന രീതി ഭയങ്കര വ്യത്യസ്തമാണ്. ഈ ഉസ്താദ് പറഞ്ഞു അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആ നടുവിലത്തെ ആ ഒരു വിളക്കുമാടം. രാത്രി കാലങ്ങളിൽ ആ വിളക്കുമാടം കത്തിക്കുകയും അതിലേക്ക് വരുന്ന പ്രാണികളാണ് വെള്ളത്തിൽ വീണിട്ട് ആ മീനുകൾക്ക് തീറ്റയായിട്ട് ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ ഒന്നും കാണാത്ത ഒരു രീതിയാണ് പൊതുവെ അത്. അങ്ങനെ അതുപോലെ നമ്മൾ അട്രാക്ട് സാധനമാണ് അവിടുത്തെ കട എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ ചെറിയൊരു കട, അവിടെ നിൽക്കുന്നൊരു ഉമ്മാമ, അത് വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ്. നമ്മളവിടെ പോയിട്ട് ഒരു വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ ചോദിച്ച് സാധനമൊക്കെ വാങ്ങി അത് സന്തോഷിപ്പിച്ച ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നല്ലോ. നമ്മളന്ന് യാത്ര പുറപ്പെടുന്നതിന് തലേ ദിവസം അന്ന് രാത്രി ജാഗ്രത നമ്മളെ യാത്രയെ കുറിച്ച് കുറെ ഉപദേശിക്കണ്ടായി. അന്ന് പ്രധാനമായിട്ട് ഉസ്താദ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോഴും അവിടുത്തെ ചെറിയ ചെറിയ കടകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങണം. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണത്. കാരണം നമ്മുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം നമ്മളെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അവരുടെ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ നോക്കിക്കാണുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപാധി കൂടിയാണത്. ആ ദിവസം നമ്മൾ അവിടെ നിന്ന് ഒരു വിശാലമായ വഴിയിലൂടെ കട കഴിഞ്ഞിട്ട് വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിറയെ കുട്ടികളുടെ ക്രിക്കറ്റ് കളിക്കാനാണ്. കുറേ നാളുകളായിട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ക്രിക്കറ്റ് കളിച്ചിട്ടൊക്കെ. അങ്ങനെ ഒരു കൗതുകത്തിൽ പോയിട്ട് ബോൾ എറിഞ്ഞു നോക്കി, അപ്പോൾ അത് പാളി. ഇത്തരത്തിൽ വെസ്റ്റ് ബംഗാളിലെ കുട്ടികളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു കമ്മിറ്റ്മെന്റ് കിട്ടും അവരുമായിട്ട് ഇടപഴകുമ്പോൾ. പിന്നെ അവിടെ ആകർഷിച്ച കാര്യം എന്താ പറയുക, അവിടുത്തെ വീടുകൾ തന്നെയാണ്. ആ വീടിന്റെ സ്ട്രക്ചറും അവിടുത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ വീടൊക്കെ നോക്കുമ്പോൾ ഒരു വെറൈറ്റിനെ കാണാൻ സാധിക്കില്ല. അവിടുത്തെ ഒരു പ്രത്യേകമായ ശൈലികളും അവരുടെ എഞ്ചിനീയറിംഗ് സ്കെയിലോ വല്ലാത്തൊരു തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന നല്ലതുപോലെ. പ്രധാനമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആ വീടുകൾ നോക്കുമ്പോൾ വലിയൊരു വൻമതിൽ പോലത്തെ വലിയൊരു മതിൽ മാത്രമേ കാണുന്നുള്ളൂ. ഉസ്താനോട് വെച്ച് ഇതെന്താ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ശിബിരിസ്ഥാനല്ലേ ഞങ്ങളെ ഗ്രാമത്തിനോട് നടക്കുന്നത്. ഉസ്താനോട് ചോദിച്ച് ഉസ്താദ് ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഇതാണ് അവരുടെ വീട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് അവരുടെ ബെഡ്റൂം ഉണ്ടാവും, ഒരു ഭാഗത്ത് അവരുടെ കിച്ചൺ ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് തൊയ്ത്ത് ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് സാധനങ്ങൾ ശേഖരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാം ഒറ്റ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് എല്ലാം ഉണ്ടാവുക. ഒരാടെ എല്ലാം സെപ്പറേറ്റ് ആകുന്നു, സെപ്പറേറ്റ് ആണെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ കയറണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഉസ്താദിനോട് കുറെ ചോദിച്ചു എങ്ങനെ കയറാൻ പറ്റും. ഉസ്താദ് പറഞ്ഞു
രാവിലെ അല്ലേ ആൾക്കാർ ആണുങ്ങളൊക്കെ പുറത്തു പോയി ഉണ്ടാവും, അപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ ഇങ്ങനെ ഗോതമ്പ് ഇങ്ങനെ ചിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അയാളോട് ചോദിച്ചു, ആൾക്കാർ ഗർഹെ? അപ്പോൾ മൂപ്പര് ഇങ്ങനെ തലയാട്ടി. അപ്പോൾ ഉസ്താദ് അയാളോട് ചോദിച്ചു, ആ മന്ദർ ആസക്താവെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് ജി ജി പറഞ്ഞു വളരെ ആവശ്യത്തോടു കൂടി നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. പോകുമ്പോൾ തന്നെ ചെറിയൊരു ആർച്ച് പോലത്തെ ഒരു കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു. ഉസ്താദ് പറഞ്ഞ പോലെ അവിടെ ഒരു സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്, ഒരു സൈഡിൽ കിച്ചൺ ഉണ്ട്. കിച്ചൺ എന്ന് പറയുമ്പോൾ അവിടെ അവിടുത്തെ ഉമ്മ ഉണ്ട്, മരുമക്കളുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൂടി ഇരുന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മളെ കേരളത്തിലൊന്നും ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ കണ്ട് കുറവാണ് നമ്മൾ. പിന്നെ മറ്റൊരു സൈഡിലുണ്ട് അവർ പഴയ സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയപ്പോഴാണ് ഒന്നും കൂടി നമ്മൾ എക്സൈറ്റഡ് ആകുന്നത്. കാരണം അവിടെ നമ്മളെ വീടുകളിൽ പണ്ട് പത്തായങ്ങളുണ്ട് എന്നൊക്കെ പറയലുണ്ടായിരുന്നു, നമ്മൾ കണ്ടിന്. പക്ഷേ അവിടെ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു കുട ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചപ്പോൾ പണ്ട് കാലങ്ങളിൽ അതിലേന് അവർ അരികളും നെല്ലുകളും ഗോതമ്പുകളൊക്കെ സൂക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, ഉറി. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അധികം വീടുകളിൽ കാണാത്ത ഒരു സാധനമാണ് ഉറി. അത് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഒരു അരി പൊടിക്കുന്ന ഒരു മെഷീൻ, അതാണ് വെറൈറ്റി. കാരണം അതിന് ഇലക്ട്രിസിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അവരുടെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ അരി ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ അവിടെ കണ്ട വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു അൾട്ടിമേറ്റ് പെയിന്റ് വർക്കുള്ള ഒരു വീട് കാണാനിടയായി. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് കയറണമെന്ന് എല്ലാവരും ഒരുപോലെ പറയുകയുണ്ടായി. അങ്ങനെ അവിടെ ഒരു വല്യമ്മ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ട്. കിച്ചണ് വീടിൻ്റെ പുറത്തായിട്ടൊരു കിച്ചൺ. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായ ഗൈഡിനെ കണ്ടു. ആ തൊയ്ബയിൽ നിന്ന് പഠിച്ച നമ്മളെ കൂടെ ഉണ്ടായ ഗൈഡിനെ കണ്ടു. ബംഗ്ലയാണല്ലോ ഭാഷ. അങ്ങനെ ചോദിച്ചപ്പോൾ വീട് നമ്മൾ തന്നെയാണെന്ന് പറയുകയുണ്ടായി. അങ്ങനെ മൂപ്പരോട് നമ്മൾ എടുത്ത് ചോദിക്കാൻ പറഞ്ഞ കാര്യം പെയിന്റിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ ആരാ ചെയ്തെന്ന് ചോദിക്കാനായിട്ട്. അപ്പം മൂപ്പര് ചോദിച്ചപ്പോൾ അവൻ അഭിമാനത്തോടു കൂടി പറയാണ് ഇതെൻ്റെ മരുമകൾ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും എക്സൈറ്റഡ് ആണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുള്ള അവസ്ഥക്കാരാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. വീടിൻ്റെ ഉള്ളിലേക്ക് സാധാരണഗതിയിൽ നമ്മൾ കടക്കും പോലെ തന്നെ കടന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ച. ആ വീട് 2 നില വീടാണ്. അതായത് ആ വീടിനെ ഒരു ഭിത്തിയിൽ നിന്ന് 2ആയിട്ട് ഭാഗപ്പെടുത്തിയിട്ട് മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. അനിയനും ജ്യേഷ്ഠനും ഒരുമിച്ച് താമസിക്കുന്ന വീടാണ്. ഒരു സൈഡിൽ അനിയൻ്റെ വീട്, ഒരു സൈഡിൽ ഏട്ടൻ്റെ വീട്. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവരൊരു സ്ട്രക്ചറൽ പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല, ഒരു മാസ്റ്റർ എഞ്ചിനീയറിംഗ് വർക്ക്സ് പോലും അല്ല. അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ സാധാ മനുഷ്യരുടെ ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ അത്തരത്തിൽ ആ 2ാമത്തെ നില പണി കഴിപ്പിക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ വുഡ് ഫിനിഷിംഗ് വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് അവർ ഉള്ളിലേക്ക് ക്ഷണിക്കുകയുണ്ടായിരുന്ന സമയത്ത് നമ്മളെ സ്റ്റെപ്പ് കയറാനാണെങ്കിൽ സമയത്ത് നീളമുള്ള ആൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. അപ്പം 2 സൈഡിൽ നിന്ന് 2 ഭാഗത്തു നിന്നായിട്ട് ആൾക്കാർ വരും. ഏകദേശം 16-18 ആൾക്കാരുണ്ടല്ലോ നമ്മൾ തന്നെ. അത് കയറുമ്പോൾ നമ്മൾ പ്രധാന പേടിയെന്ന് പറയുന്നത് വിഗോ എന്നുള്ളൊരു ഭയങ്കര പേടിച്ചു. പക്ഷെ ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ വീട്ടിൽ. നമ്മൾ കണ്ടു. അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ പവർഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വെറൈറ്റി ആ പെയിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട് പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. ഇത് ലക്ഷങ്ങളൊന്നും ആവശ്യമില്ലാണ് ചെറിയ ചെലവില് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ത്രെഡ് വർഷം നൂലൊക്കെ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അധികം സാധനങ്ങൾ. പിന്നെ അവരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൽക്കാരപ്രിയരാണ് വെസ്റ്റ് ബംഗാൾ. നമ്മളെ നാട്ടിലുള്ള ബംഗാളികളെ നമ്മൾ നോക്കിയിട്ട് അവരെ അഗ്ലി പീപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സൽക്കാരപ്രിയം. കാരണം നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് ആ സ്ത്രീ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉള്ള സോഴ്സുകൾ കൊണ്ടുപോയി നമുക്ക് തരാം. കുറച്ച് വെള്ളവും മിക്സറും കാര്യങ്ങളായിട്ട് നമ്മൾ ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. പിന്നെ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ബംഗാളിനെ പറ്റി മനസ്സിലാക്കുന്നത്. നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഏകദേശം സന്ധ്യ സമയമൊക്കെ ഉണ്ടാവും. അവിടെ ഒരു പ്രത്യേക ചന്തയുണ്ട്, ആഴ്ചയിൽ മാത്രം കണ്ടുവരുന്ന ചന്ത. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ പോകാനിടയുണ്ടായി. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സന്ദർശനത്തിൽ നമുക്ക് മനസ്സിലായ ഒരു സീസണൽ ഫ്ലോസിലാണ് അവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അധികമായിട്ട് ഇറക്കുന്ന വിളവുകൾ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷേ ഈ സീസൺ കഴിഞ്ഞിട്ടുള്ള കാലയളവ് എന്ന് പറയുന്നത് നമ്മൾ സാധനം മേടിക്കുന്ന സമയത്ത് ഉസ്താദ് പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് ഈ പുതിനയിലെയും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് 1 കിലോന് 300 രൂപയൊക്കെ വരെയുള്ളത്. അത് 10ഉം 20-നൊക്കെ കിട്ടുന്ന സാധനം അത്രത്തോളം ഒരു വിലക്കയറ്റത്തിലേക്ക് പോകും. സീസണിൽ വളരെ കുറവാണെങ്കിൽ സീസൺ ഇല്ലാത്ത ടൈമിൽ വളരെ ഡബിൾ അധികരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ കേബേജും കോളിഫ്ലവറും ഒക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഷാംസി ഗ്രാമത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഷാംസിയിലേക്ക് അന്ന് പോകുന്ന സമയത്ത്
അന്നാണ് നമ്മൾ ഒന്നും കൂടി ആ നാടിനെ പകൽ സമയത്ത് റോട്ടിലൂടെ പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ പോകുമ്പോൾ റോഡിന്റെ വശങ്ങളിലും നീണ്ടു നിവർന്ന പാടങ്ങളാണ്. ഒരു ഭാഗത്ത് ഫുള്ള് കടുക് കൃഷികൾ മഞ്ഞ പൂവിട്ട് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണും. അപ്പോൾ ഉസ്താദ് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിയിൽ പെട്ടെന്നാണ് എന്ത് കടുക് കൃഷി എന്നുള്ളത്. പിന്നെ മറ്റൊരു കൃഷി രീതിയാണ് ചൂട്ട് എന്നുള്ളത്. ജൂട്ട് അതാ പറയുക, മലയാളത്തിൽ ചണം എന്ന് പറയും. കാരണം നമ്മുടെ ചാക്ക് നൂല് അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. പഴയ കാലങ്ങളൊക്കെ നമ്മൾ പീടികളിൽ പോകുമ്പോൾ പുതിയൊരു പേപ്പറിൽ ചണച്ചിട്ട് ഒരു കയറ് കെട്ടലുണ്ടല്ലോ, അതൊക്കെ ഈ ചണം കൊണ്ടാണ് ഉണ്ടാക്കല്. ഈ രണ്ടാണ് അവരുടെ പ്രധാനപ്പെട്ട കൃഷികൾ. വേറെയും കുറെ കൃഷി രീതികളുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മള് ആ വണ്ടിയിലൂടെ പോകുമ്പോൾ വേറൊന്ന് കണ്ടത്, റോഡ് സൈഡിൽ പബ്ലിക്കായിട്ട് പെട്രോൾ പമ്പൊന്നല്ല, സാധാ ഒരു പീടികയില് പെട്രോൾ കുപ്പിയിൽ നിറച്ച് വെച്ചാണ് വെക്കുന്നത്. ഇതൊന്നും അവിടെ ഇല്ലീഗലായി നമ്മുടെ നാട്ടിലൊക്കെ അപ്പം പോലീസ് നോക്കിക്കൊണ്ടുപോകും. എന്നാൽ പബ്ലിക്കായിട്ട് അത് റോഡ് സൈഡിൽ വിൽക്കുന്നതായിട്ട് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ താണ്ടിട്ട് വേണം അവർ പെട്രോൾ വാങ്ങാൻ വേണ്ടി പോകാൻ. പക്ഷെ കുറച്ച് വില കയറ്റം ഉണ്ടാവും. കാര്യം അത് അവര് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അങ്ങനെ വിൽക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ നാട്ടിലെ പോലെ എല്ലായിടത്തും പെട്രോൾ പമ്പ് ഇല്ലാത്ത ഒരു സ്ഥിതി കൂടി അങ്ങനെ മൈതാനം എത്തല്ലേ നമ്മള്. ആ മൈതാനം എത്തി വണ്ടി നിറഞ്ഞ് ഫസ്റ്റ് കണ്ട കാഴ്ച നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഷാംസിയില് രണ്ട് കോല് കുത്തി വെച്ച് അതിന്റെ മേലെ ടാർപ്പ വിരിച്ചൊരു വീട്, അതിൽ ഒരു ബെഡ്റൂം, കിച്ചൺ എല്ലാം തന്നെ ചെറിയൊരു ഒരു മീറ്റർ അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും. അതിനുള്ളിൽ അത് വീടെന്ന് പറയും. അതെല്ലാം കണ്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്ന ആ ഗ്രാമത്തിനുള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഫുൾ ആ ഗ്രാമത്തിന്റെ ആ ഒരു ശോചനീയ അവസ്ഥയും, മറുഭാഗത്ത് അവിടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ത്വയ്ബ നിർമ്മിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും നമ്മൾ കണ്ടിട്ടില്ലല്ലേ. ഷാംസിയിലെ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ പണ്ട് കാലത്ത് ഒഴിപ്പിക്കപ്പെട്ട നാടോടികളായിട്ട് നടന്നിരുന്ന മനുഷ്യന്മാരായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവരുടെ ഒരു മാർഗമായിട്ട് അവർ കണ്ടത് പാമ്പുകളെ വളർത്തി അതിനെ ജനങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ കരടികളെ വളർത്തി സർക്കസ് പഠിപ്പിച്ചു, ഫൈറ്റിംഗ് പഠിപ്പിച്ചു. അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് ടൗണുകളിൽ കാണിക്കുക. ഇതിലൂടെ കിട്ടുന്ന ചെറിയ ചെറിയ തുച്ഛമായ വരുമാനത്തിലൂടെയാണ് ഒരു മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഇതൊക്കെ നിരോധിക്കുകയാണ്. ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നിരോധിക്കുകയാണ്. അപ്പൊ ഇവരാകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആയി മാറുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളെ തൊയ്ബാഗാണ് അവർക്കൊരു പുതു പ്രതീക്ഷ നൽകിക്കൊണ്ട് ടൊട്ടോകൾ വാങ്ങിക്കൊടുത്തും തയ്യൽ മെഷീനുകൾ വാങ്ങിക്കൊടുത്തും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി കൊടുത്തൊക്കെ അവരെ ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മൾ ആ ഷാംസിയിലെ ഗ്രാമങ്ങളും ചേരി പ്രദേശങ്ങളിലൊക്കെ വിട്ടിട്ട് നമ്മൾ ആ ഷാംസി കോളേജ് കാണാൻ പോകുന്ന സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മോടൊപ്പമുള്ള ഹിദായകൾ തന്നെ ഉണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ, താജുസ്സാം, സജാദ്, അവരിവിടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിപ്രസംഗത്തോട് ചോദിക്കുകയാണ്, ഇതിനുള്ളിലേക്ക് കയറാൻ നിങ്ങൾ നമ്മളൊപ്പം ഒരു നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പറയാൻ ഞങ്ങളൊന്നും ഇല്ല. അപ്പോൾ തന്നെ അവിടെ എന്തോ പന്തി നമുക്ക് തോന്നി. എന്നാലും നമുക്ക് കയറണമല്ലോ. നമ്മൾ കയറുമ്പോൾ കാണുന്നൊരു കാഴ്ച ശരിക്കും കുട്ടികൾ വിദ്യാഭ്യാസിക്കേണ്ട, മാതൃത്വം പകർന്നു കൊടുക്കേണ്ട ബെഞ്ചും ഡെസ്കും ബോർഡും ഒക്കെ അടങ്ങിയൊരു സംഖ്യയാണ്. അവിടെ തന്നെ നായ്ക്കള് ആ ഡെസ്കിലും ബെഞ്ചിലും, അതുപോലെ തന്നെ മുഴുവൻ ചാണകമാണ്. സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്ന വരെ ചാണകവും വിസർജനങ്ങളും കാര്യങ്ങളൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഷാംസിയിലുള്ള ആ ഗ്രാമങ്ങളിലുള്ള മനുഷ്യന്മാര് കാഷ്ടിക്കാനും മൂത്രിക്കാൻ വരെ ഇതിന്റെ അകത്തേക്ക് കയറലുണ്ടെന്നാണ് അവർ പറഞ്ഞു. അത്തരത്തിൽ തലേ ദിവസം സുഹൈറുദ്ദീൻ ഉസ്താദായിട്ട് സംബന്ധിച്ച് നമ്മൾ ഉസ്താദ് പറയാനായി ലക്ഷങ്ങൾ പണിമുടക്കി ഉണ്ടാക്കിയ ആ കോളേജിനെ പറ്റി ഉസ്താദ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഗവൺമെന്റ് ഒരുപാട് ബിൽഡിങ്ങുകൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളിലെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് സന്ദർഭോചിതമായ ഇടപെടലുകൾ നടത്താൻ അവിടെ കഴിയുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ പെട്ടെന്ന് ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓരോ പദ്ധതികൾ തുടങ്ങുന്നത് അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നതായിട്ടുള്ള രീതിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥ സ്ഥിതികൾ നമുക്കറിയാം. നമ്മളെ ഷാംസി കോളേജ് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു വശമാണ് വെസ്റ്റ് ബംഗാളിലെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഡോക്ടേഴ്സ് നമ്മൾ അവിടെ ധാരാളം ഹെൽത്ത് സെന്ററും അതുപോലെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ വിളിക്കുന്ന സമയത്ത് അവിടെ കമ്പൗണ്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ അവിടെ കമ്പൗണ്ടേഴ്സും അവിടെ നഴ്സുകളും ഡോക്ടർ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അത്രയ്ക്ക് സീരിയസ് ഉള്ള കാര്യത്തിൽ മാത്രം ഡോക്ടർ വിളിച്ച് ഞാൻ വരേണ്ട കാര്യമുണ്ടോ, വന്നാൽ ആള് ബാക്കി ഉണ്ടാവുന്നുള്ള രീതിയിലൊക്കെ ചോദിക്കേണ്ട ഉസ്താദ് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അതുപോലെ ഉസ്താദ് തന്നെ ഒരു രസകരമായ അനുഭവം പറയണ്ടായി. ഉസ്താദിന്റെ കാലെന്തോ മുറിഞ്ഞിട്ട് ഉസ്താദ് അവിടെ തുന്നാൻ പോയ സമയത്ത് എല്ലിന് കുത്തി കയറിയിട്ടുള്ള
സൂചി എല്ലിന് കുത്തി സംഭവം അത്രയ്ക്ക് ഒരു പ്രൈമറി ഹോസ്പിറ്റാലിറ്റി പോലും സംവിധാനം ചെയ്യാത്ത രീതിയിലാണ് അവിടെ ഒരു സിസ്റ്റം വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വ്യത്യസ്തമായ ഒരു സന്ദർഭമാണ് അന്ന് രാത്രി നമ്മൾ ഉസ്താദ് പങ്കുവെച്ചൊരു കാര്യമാണ് അവിടുത്തെ ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്. കാരണം അവിടുത്തെ ജനങ്ങളെ ഇതിനെതിരെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു ഷാംസി കോളേജിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, ഇതിനെതിരൊന്നും ജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ആശങ്ക ഉസ്താദ് നമ്മളോട് പ്രകടിപ്പിച്ച് നമ്മൾ തിരിച്ചു വെച്ചു. എന്തുകൊണ്ടാണ് ഇവർക്കും ഇതിനെതിരൊന്നും അവരൊരു സോഷ്യൽ മീഡിയയിൽ അത് ഒതുങ്ങി പോവുകയാണ് കുട്ടികൾ. അവർക്ക് ഗവൺമെന്റിന് പീപ്പിൾസ് ആയിട്ടോ പീപ്പിൾസിന് ഗവൺമെന്റ് ആയിട്ടൊരു ബന്ധമില്ല. അതായത് എലക്ഷൻ സമയം ആകുന്ന വരെ നമ്മൾ സാധാരണ ആളുകൾക്ക് കാണാറുള്ള ഇടപെടലുകൾ മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകാറുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ജുഹൈറുദ്ദീൻ ഉസ്താദ് അവറുകൾ തൻ്റെ പ്രിയ ഗുരു ഹക്കീം അസരി ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് ചെല്ലുന്നു. ഉസ്താദ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവിടുത്തെ ജനങ്ങളെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ല, അവർ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരു ജീവിതമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിലേക്ക് ഉസ്താദ് ചെല്ലുമ്പോൾ ഉസ്താദിൻ്റെ ലക്ഷ്യം ഇവിടെ ഒരു പുനരുദ്ധാരണം നടത്തണം, നമ്മുടെ കേരളത്തെ പോലെ തന്നെ എല്ലാവരെയും നല്ല വിദ്യാഭ്യാസ സാക്ഷരതയുള്ള ജനങ്ങളാക്കിയിട്ട് മാറ്റണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഉസ്താദ് പ്രവർത്തിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവിടെ മക്തബകൾ തുടങ്ങിയതും മദ്രസകൾ തുടങ്ങിയതും. ഏകദേശം 2000-ഓളം മക്തബകളും മദ്രസകളും എല്ലാം ഉസ്താദ് ഇന്ന് അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് തൊയ്ബ ഗാർഡന്റെ കീഴിൽ. അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലിറ്ററസി റേറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മുൻകഴിഞ്ഞു പോയ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ പ്രധാനമായിട്ട് സാഹിത്യകാരന്മാർ ദറാസിനെ പോലുള്ള അല്ലെങ്കിൽ രാജാ റാംമോഹൻ റായിനെ പോലുള്ള നവോത്ഥാന നായകന്മാർ കാശ് പ്രസാദ് ബോസ്, ഇത്തരത്തിൽ ഒരു ലിറ്ററസി റേറ്റ് ഹൈ റേഷ്യോയിൽ നിന്ന ഒരു വിഭാഗമാണ് ഇപ്പം തീരെ എന്താ പറയുക നിരക്ഷരരായ അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഇടപെടലാണ് നമ്മളെ ബംഗാൾ മർക്കസ്. അതുപോലെ അവിടുത്തെ മോണുമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഉസ്താദ് ചെല്ലുന്നതിന് മുമ്പ് ഒരുപാട് അരീന മോസ്ക് അടക്കമുള്ള കുറേ സങ്കേതങ്ങൾ, അതായത് കുറേ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ തികച്ചും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലല്ല. ഉസ്താദ് പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ഫോട്ടോ എടുത്തിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അതിനെ ചേർത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ സംരക്ഷണ വലയം ഒരുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വെസ്റ്റ് ബംഗാൾ നമ്മളെ ബംഗാൾ മർക്കസിൽ മുന്നോട്ട് വെക്കുന്ന വലിയ വലിയ ആശയങ്ങൾ, അതായത് ഉസ്താദായിട്ട് സംബന്ധിക്കുമ്പോൾ ഉസ്താദ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. ഗവൺമെന്റ് എംപ്ലോയീസിനെ പറ്റിയിട്ട് നല്ല ഒരു ദൗർലഭ്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ പലരും കൂടിക്കൂടുന്നൊരു പ്രശ്നങ്ങളാണല്ലോ പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളെ WPC, അതായത് വെസ്റ്റ് ബംഗാൾ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അത്തരത്തിലൊരു കോമ്പറ്റിറ്റീവ് ടേംസിലേക്ക് എത്തിക്കാനാണ് ഉസ്താദിന് ഇപ്പോഴത്തുള്ള പരിശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ വിഷയംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ വെസ്റ്റ് ബംഗാളിലെ സ്കൂളുകളിൽ ചർച്ച ചെയ്തു. ഉസ്താദ് ചെല്ലുന്ന സമയത്ത് കുറച്ച് ആളുകൾ ചെല്ലുന്ന സമയത്ത് അതായത് കഴുത്തിൽ കത്തി വെച്ചിട്ട് വധഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ ലോയേഴ്സായിട്ട് ഫസ്റ്റ് ബാച്ചിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ പല പല മേഖലകളിൽ കടന്നു വന്ന പുതിയ പുതിയ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്കൊക്കെ പുതിയൊരു ചിറകുകൾ സമ്മാനിച്ചാണ് പറഞ്ഞു തരാൻ. ഓരോ നാടുകളുടെയും സൗന്ദര്യം അതാത് നാടുകളിലെ ഗ്രാമങ്ങളിലാണ് അന്തി ഉറങ്ങുന്നത് എന്നാണ് മഹാത്മാഗാന്ധി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ കാഴ്ചകളായിരുന്നു വെസ്റ്റ് ബംഗാളിലെ ഗ്രാമീണ അന്തരീക്ഷം നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിർത്താം.